ഷാഫി പറമ്പിൽ എം പി ആയതിനു ശേഷമുള്ളൊരു മത്സരമാണ് അല്ലേ? ഷാഫി ഫാക്ടർ ഉണ്ടാവും ഇവിടെ തീർച്ചയായിട്ടും ഷാഫി ഈ പറമ്പിൽ മേഖലയിൽ? അത് നിങ്ങളൊക്കെ കാണുന്നതല്ലേ, ഷാഫിക്ക വരുന്ന പ്രോഗ്രാമുകളിലൊക്കെ ഉണ്ടാവുന്ന ജനക്കൂട്ടം, അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ താല്പര്യം, അത് തീർച്ചയായിട്ടും ജനകീയ മുന്നണിക്കും യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ എഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ ചോറൂർ ഡിവിഷനിൽ മത്സരിക്കുന്നത് UDF വേണ്ടി മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീനാണ്. ഷഹീൻ, എങ്ങനെയുണ്ട് ചോറൂർ ഡിവിഷൻ? സാധാരണഗതിയിൽ LDF വിജയിക്കുന്ന ഡിവിഷനാണ്. ഇത്തവണത്തെ പോരാട്ടം എങ്ങനെയുണ്ട്? നമ്മൾ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. അവരുടെ റെസ്പോൺസ് വളരെ പോസിറ്റീവാണ്. കാരണം വളരെ സജീവമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നൊരു മേഖലയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ ഇവർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വലിയ ദുരിതവും ദൈനംദിന ജീവിതം ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. അതിനെതിരായിട്ടുള്ളൊരു ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾക്കൊക്കെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. വളരെ സ്വീകാര്യതയാണ് UDFൻ്റെയും RMPIയുടെയും ജനകീയ മുന്നണിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഈ ശബരിമലക്കുള്ള ചർച്ചയാകുമ്പോൾ തന്നെ രാഹുൽ മാങ്കുടത്തിൽ വിഷയത്തിനും ചർച്ചയാവുമല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ ഒരു വിഷമം സൃഷ്ടിക്കുന്നുണ്ടോ? അതിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് വേറൊരു പാർട്ടിയും എടുക്കാത്ത രീതിയിൽ പാർട്ടി എടുത്തു കഴിഞ്ഞു. ആ വിഷയത്തിൽ എടുക്കേണ്ട എല്ലാ തീരുമാനവും പാർട്ടി നേതൃത്വം എടുത്തു കഴിഞ്ഞു. അതോടുകൂടി തന്നെ അത് ചർച്ചകളിലേക്കൊന്നും മാറിക്കഴിഞ്ഞു. അതൊന്നും ഈ വിഷയങ്ങളെ ബാധിക്കുന്നില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അല്ലല്ലോ പ്രശ്നം. ഓരോ ദിവസത്തെ ജീവിതം തള്ളി നിൽക്കുന്നതാണ്. എന്തുമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. വിലക്കയറ്റം, വലിയ രീതിയിലുള്ള നികുതി ഭാരം, അതേപോലെ തന്നെ ഈ അഴിമതി, പിന്നെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ സംസ്ഥാന വിഷയങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളാണ് താഴെത്തട്ടിൽ ഇപ്പോൾ ചർച്ചയാവുന്നത്? ഈ ചോറോട് ഡിവിഷൻ എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ചോറോട് ഡിവിഷനിൽ പെടുന്ന ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളാണ് ജില്ലാ പഞ്ചായത്തിൽ പ്രതിനിധീകരിക്കുന്നത്. ഒട്ടനവധിയായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട്. വലിയതായിട്ടുള്ള റോഡുകളുടെ അപര്യാപ്തതയുണ്ട്, കുടിവെള്ള പദ്ധതികളുടെ ആവശ്യകതയുണ്ട്. ഇതൊരു കാർഷിക മേഖലയാണ്. നാളികേര കർഷകരാണ് ഇവിടെ ഭൂരിഭാഗം ഉള്ളത്. അവരുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ചോറോട് ഡിവിഷനിൽ തീരദേശ മേഖലയുണ്ട്. തീരദേശ മേഖലയുടെ പിന്നോക്കാവസ്ഥ, അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊന്നും ക്രിയാത്മകമായി ഇടപെടാനോ അതിന് പരിഹാരം കാണാനോ മുൻകാലങ്ങളിലുള്ള പ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് വസ്തുത. അപ്പോൾ ആ വിഷയങ്ങൾ കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മാറ്റം ചോറോടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ചോറോട് പിടിക്കുന്നതാണ് 100% പിടിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി കൂടി ഉണ്ട്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് രാധാകൃഷ്ണൻ. എങ്ങനെയുണ്ട് ഈ വടകര ബ്ലോക്കിൽ? ബ്ലോക്ക് നോക്കുമ്പോൾ ശരിക്കും UDF വളരെ കുറവാണ്. 2 ബ്ലോക്കുകൾ മാത്രമേ ഉള്ളൂ. ഇത്തവണ മാറ്റങ്ങൾ ഉണ്ടാവുമോ ബ്ലോക്കിൽ തന്നെ? അല്ല, 2010 മുതൽ 2020 വരെ ബ്ലോക്ക് പഞ്ചായത്ത് UDFൻ്റെ ഒപ്പമായിരുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ ചെറിയ ഒരു കൈപ്പിഴയാണ് ഞങ്ങൾക്ക് പറ്റിയത്. അതുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് വേണം നഷ്ടപ്പെട്ടത്. ഇപ്രാവശ്യം വളരെ ശക്തമായി തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കണം എന്ന രീതിയിലാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇപ്രാവശ്യം എന്തായാലും ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാനാകും. ഏറാമല പഞ്ചായത്ത് ജനകീയ മുന്നണിയാണ് ഭരിക്കുന്നത്. നിലവിൽ CPM തിരിച്ചു പിടിക്കാനുള്ള ശക്തമായ ശ്രമത്തിലാണ്. നിങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ 12ാം വാർഡ് ഇത്രയും കാലം LDF ഭരിച്ചിരുന്ന വാർഡാണ്. ഈ വർഷം ഞാൻ തിരിച്ചു പിടിക്കുന്ന എനിക്ക് ആത്മവിശ്വാസമുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? ഇതുവരെ ഭരിച്ചതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരതിനെതിരെ പ്രതികരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഏറാമല ഈ വാർഡിൽ എത്രാമത്തെ വാർഡിൽ? ഞാൻ 13ാം വാർഡിൽ നമ്മൾ നിന്ന് സംസാരിക്കുന്ന ഈ വാർഡ് 13ാം വാർഡിലാണ്. ഇപ്പോൾ നേരത്തെ ഷെയ്ൻ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു റോഡ് ഈ ഡിവിഷനിലുള്ള ഒരു റോഡ് വരുന്ന ഒരു വാർഡും കൂടിയാണ്. കഴിഞ്ഞ 9 വർഷമായി ഈ റോഡ് നിങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ പ്രയാസത്തിലാണ്. ഈ പല മേഖലകളിലും കുടിവെള്ള പ്രശ്നമുണ്ട്, രൂക്ഷമായ റോഡിൻ്റെ പ്രശ്നമുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ കഴിയും. ജനങ്ങൾ അതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടൊരു വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് വിശ്വാസം. എന്തായാലും സജീവ മത്സരം നടക്കുന്നു. ശരി, ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP ആയതിനു ശേഷമുള്ളൊരു മത്സരമാണ് അല്ലേ? ഷാഫി ഫാക്ടർ ഉണ്ടാവും ഇവിടെ? തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ അത് നിങ്ങളൊക്കെ കാണുന്നതല്ലേ, ഷാഫിക്ക വരുന്ന പ്രോഗ്രാമുകളിലൊക്കെ ഉണ്ടാവുന്ന ജനക്കൂട്ടം, അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ താല്പര്യം, അത് തീർച്ചയായിട്ടും ജനകീയ മുന്നണിക്കും UDFൻ്റെ പ്രവർത്തകന്മാർക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ എഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതുപോലെ തന്നെ. എന്തായാലും വടകരയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ഷാഫി എഫക്റ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ആ അർത്ഥത്തിൽ UDFന് അനുകൂലമായ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് UDFിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം വിശ്വസിക്കുന്നത്. ജയ്സൽ ബാബു ബിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.